ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സുനീസ് പാചകം. ഈ മുട്ടക്കറിയുടെ ടേസ്റ്റ് നമ്മൾ കഴിച്ച് തന്നെ മനസ്സിലാവുള്ളൂ. അപ്പം നമ്മളെപ്പോഴും മുട്ടക്കറി ഉണ്ടാക്കുന്നത് ഒരേ രീതിയിലായിരിക്കും അല്ലേ. എന്താണ് നമ്മുടെ ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് ഉള്ളിക്കറി പ്ലസ് മുട്ട അല്ലെങ്കിൽ മുട്ട പൊട്ടിച്ചിട്ട് ഉണ്ടാക്കുന്ന മുട്ടക്കറി അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് വ്യത്യസ്തമായിട്ട് ഇതേപോലെ മുട്ട സ്റ്റൂ എന്നുള്ള രീതിയിൽ നമുക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പം എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും. നല്ല സൂപ്പറായിട്ടുള്ളൊരു മുട്ടക്കറിയാണ്. അപ്പോൾ നമുക്ക് അതിനായിട്ട് വേണ്ടത് ക്യാരറ്റ് വേണം, സവോള, കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചി, അതുപോലെ തന്നെ ഒരു 5 ഏലക്ക, കുറച്ച് പട്ട പൊടിച്ചതും, പിന്നെ ഉരുളക്കിഴങ്ങ്, പച്ചമുളക്. അപ്പോൾ നമ്മൾ ഒരു ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ കുഞ്ഞായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് കുക്കറിലേക്ക്. നമ്മൾ ഒരുമിച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു പണി കഴിയുകയും ചെയ്യും. അപ്പോൾ ഇനി അതിലേക്ക് ഒരു സവാള കുഞ്ഞായിട്ട് കട്ട് ചെയ്തത്, അതുപോലെ തന്നെ ഒരു വലിയ ക്യാരറ്റ് ഇതേപോലെ കുഞ്ഞായിട്ട് കട്ട് ചെയ്തത്, ഒരു 4 പച്ചമുളക്, എരിവൊക്കെ ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആഡ് ചെയ്തത് 2 ഗ്രാമ്പു, അതുപോലെ തന്നെ കുറച്ച് പട്ട ഒന്ന് ജസ്റ്റ് പൊട്ടിച്ചത് കുഞ്ഞാക്കി ഇട്ടത്, പിന്നെ ഒരു 5 ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പിൻ്റെ അളവിൽ വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 3 വിസിൽ മതിയാവും. നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടും. അപ്പോൾ അതൊന്ന് ഇതേപോലെ നമ്മൾ കുക്കായതിന് ശേഷം തുറന്ന് നോക്കി കൊടുത്തിട്ട് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പോഴാണ് നമുക്ക് ആ ഒരു വെജിറ്റബിൾ എല്ലാം കൂടെ ഒന്ന് സ്മൂത്തായിട്ട് കിട്ടുമ്പോഴത്തേക്കാണ് നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുക കേട്ടോ. അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ 1 കപ്പിൻ്റെ അളവിന് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അരമുറി തേങ്ങ എടുത്തിട്ട് ഒന്ന് ആട്ടിയെടുത്തതാണ്. അപ്പോൾ 1 കപ്പിൻ്റെ അളവിന് നമ്മൾ തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിനെ ഇവിടെ വെച്ചേക്കാം. ഇനി നമ്മളൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ഇവിടെ നമ്മൾ തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിളപ്പിക്കില്ലല്ലോ അധികം. ഇനി നമുക്ക് വേറൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂണിൻ്റെ അളവിന് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിതൊന്ന് താളിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണിൻ്റെ അളവിന് നമ്മൾ കടുക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു 3-4 പച്ചമുളകൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുക. ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് നമ്മുടെ കുക്കറിലെ സംഭവം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് മാറ്റി വെച്ചിട്ടില്ലേ, അപ്പോൾ നമുക്കതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയാണ് നമ്മൾ പുഴുങ്ങി വെച്ചേക്കുന്നത് മുട്ട ആഡ് ചെയ്യുന്നത്. അപ്പോൾ മുട്ടയൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒരു കത്തി വെച്ചിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടിട്ട് കഴിഞ്ഞാലും നല്ലതാണ്. അല്ലാതെ നമുക്കിതുപോലെ തന്നെ ഇട്ടിട്ട് ജസ്റ്റ് ആ തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അധികം അങ്ങോട്ട് തിളപ്പിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ കുറച്ച് മാത്രം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത് വാങ്ങി വയ്ക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ അപ്പം, ഇടിയപ്പം അങ്ങനെയുള്ള ഐറ്റംസിനോടൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റുന്നത്, നമ്മുടെ സ്റ്റൂ ആയിട്ട് ഏതൊക്കെ പോകും അതുപോലെ നമുക്ക് കഴിക്കാൻ പറ്റുന്നത് നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ബേക്കറി ആയതുകൊണ്ട് തന്നെ നമ്മൾ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമ്മളതിലാകെ ചേർത്തിട്ടുള്ള ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മാത്രമാണല്ലേ. ബാക്കിയെല്ലാം നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും സവോളയും മുട്ടയും എല്ലാം കൂടി നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. കാരണം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ 5-6 പേർക്കായിരിക്കും നമ്മൾ വീട്ടിലേക്ക് ഉണ്ടാക്കുക. അപ്പോൾ അതെല്ലാവർക്കും കൂടെ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ടാൽ. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ലാസ്റ്റ് ഇട്ടതിലേക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, നമുക്ക് ആ ഒരു മല്ലിയിലിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഇനി അപ്പമോ ഇടിയപ്പമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയും ഓക്കെ, ബൈ.